ജോബ് അദ്ധ്യായം 33. എലീഹു ജോബിനെ കുറ്റപ്പെടുത്തുന്നു. ജോബ് എൻ്റെ സംസാരം ശ്രവിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ വാ തുറക്കുകയും എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു. എൻ്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. കഴിയുമെങ്കിൽ എനിക്ക് മറുപടി നൽകുക. നിന്റെ വാദം ഒരുക്കി വയ്ക്കുക, തയ്യാറാവുക. നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവനാണ്. ഞാനും ഒരു കളിമൺ കട്ട കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണ്. എന്നെ നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്റെ മേൽ ദുസ്സഹമായ സമ്മർദ്ദം ചെലുത്തുകയില്ല. ഞാൻ കേൾക്കെ നീ സംസാരിക്കുകയും നിന്റെ വാക്കുകളുടെ സ്വരം ഞാൻ ശ്രവിക്കുകയും ചെയ്തു. നീ പറയുന്നു, ഞാൻ പാപമില്ലാത്ത നിർമ്മലനാണ്, ഞാൻ കുറ്റമറ്റവനാണ്, എന്നിൽ അനീതിയില്ല. ഇതാ അവിടുന്ന് എന്നെ തൻ്റെ ശത്രുവായി പരിഗണിക്കുകയും എനിക്കെതിരെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എൻ്റെ മാർഗങ്ങളെ നിരീക്ഷിക്കുകയും എൻ്റെ കാലുകൾ ആമത്തിലിടുകയും ചെയ്യുന്നു. നീ പറഞ്ഞതു ശരിയല്ല, ഞാൻ മറുപടി പറയാം. ദൈവം മനുഷ്യനേക്കാൾ ഉന്നതനാണ്. അവിടുന്ന് എൻ്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്നു പറഞ്ഞ് നീ അവിടുത്തേക്കെതിരെ സംസാരിക്കുന്നതെന്ത്? ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു, പിന്നെ വേറൊരു രീതിയിൽ. എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ, ഗാഠനിദ്രയിൽ അമരുമ്പോൾ, ഒരു സ്വപ്നത്തിൽ, ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവൻ്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു. മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനും ആണ് ഇത്. അവിടുന്ന് അവൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും അവൻ്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു. മനുഷ്യന് കിടക്കയിൽ വേദന കൊണ്ട്, അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പുകൊണ്ട് ശിക്ഷണം ലഭിക്കുന്നു. അവൻ്റെ ജീവൻ അപ്പവും വിശപ്പ് സ്വാദുള്ള ഭക്ഷണവും വെറുക്കുന്നു. അവൻ്റെ മാംസം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു. മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുന്നു നിൽക്കുന്നു. അവൻ്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ മൃത്യുവിൻ്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു. മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ, ആയിരങ്ങളിലൊരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ. ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു, ഞാനൊരു മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കുന്നതിൽ നിന്ന് അവനെ രക്ഷിക്കുക. അവൻ മാംസം വച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ. യൗവനോന്മേഷത്തിന്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും. അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ച് പറയും. അവൻ മനുഷ്യരുടെ മുൻപിൽ പാടി പ്രഘോഷിക്കും, ഞാൻ പാപം ചെയ്തു, നീതി വിട്ടകന്നു, എങ്കിലും എനിക്ക് അതിനു ശിക്ഷ ലഭിച്ചില്ല. പാതാളത്തിൽ പതിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ജീവൻ പ്രകാശം കാണും. ദൈവം മനുഷ്യനോട് ഇപ്രകാരം 2-3 തവണ പ്രവർത്തിക്കുന്നു. അവൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് തിരിച്ചെടുക്കുകയും അവൻ ജീവന്റെ പ്രകാശം കാണുകയും ചെയ്യേണ്ടതിനു തന്നെ. ജോബേ, ശ്രദ്ധിക്കുക, നിശബ്ദനായിരുന്ന് കേൾക്കുക. ഞാൻ പറയാം. നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് മറുപടി പറയുക, സംസാരിക്കുക. ശരിയാണെങ്കിൽ സമ്മതിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്ന് ശ്രവിക്കുക. നിനക്ക് ഞാൻ ജ്ഞാനം പകർന്നു തരാം. ജോബ് അദ്ധ്യായം 34. ദൈവം തിന്മ പ്രവർത്തിക്കുകയില്ല. എലീഹു തുടർന്നു, ബുദ്ധിമാന്മാരെ എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ, വിജ്ഞാനികളെ എനിക്ക് ചെവി തരുവിൻ. നാവ് ഭക്ഷണം രുചിക്കുന്നതുപോലെ ചെവി വാക്കുകളെ വിവേചിക്കുന്നു. നമുക്ക് ശരി ഏതെന്ന് പരിശോധിക്കാം, യഥാർത്ഥ നന്മ വിവേചിച്ചറിയാം. ജോബ് പറയുന്നു, ഞാൻ നിഷ്കളങ്കനാണ്. ദൈവം എൻ്റെ അവകാശം നിഷേധിച്ചിരിക്കുന്നു. ഞാൻ നീതിമാനായിരുന്നിട്ടും നുണയനായി എണ്ണപ്പെടുന്നു. ഞാൻ പാപരഹിതനായിരുന്നിട്ടും പൊറുക്കാത്ത മുറിവുകളാണ് എൻ്റേത്.
ജോബിനെ പോലെ ആരുണ്ട്? അവൻ വെള്ളം കുടിക്കുന്നത് പോലെ ദൈവദൂഷണം നടത്തുന്നു. അവൻ തിന്മ പ്രവർത്തിക്കുന്നവരോട് പങ്കുചേരുകയും ദുഷ്ടരുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ദൈവപ്രീതി നേടുന്നതുകൊണ്ട് മനുഷ്യന് ഗുണമൊന്നുമില്ല. അതിനാൽ വിജ്ഞാനികളെ കേൾക്കുവിൻ. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നില്ല. സർവശക്തൻ വഞ്ചന കാണിക്കുന്നില്ല. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. സർവശക്തൻ നീതി നിഷേധിക്കുകയില്ല. ഭൂമിയുടെ ചുമതല അവിടുത്തെ ഏൽപ്പിച്ചത് ആരാണ്? ലോകം മുഴുവൻ അവിടുത്തെ ചുമലിൽ വച്ചുകൊടുത്തത് ആരാണ്? അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തൻ്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. വിവേകമുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നീതിയെ വെറുക്കുന്നവന് ഭരിക്കാനാകുമോ? ശക്തനും നീതിമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? അവിടുന്ന് രാജാവിനെ വിലക്കെട്ടവൻ എന്നും പ്രഭുക്കന്മാരെ ദുഷ്ടന്മാർ എന്നും വിളിക്കുന്നു. അവിടുന്ന് രാജാക്കന്മാരോട് പക്ഷപാതം കാണിക്കുന്നില്ല. ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല. അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ? ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു. പാതിരാത്രിയിൽ അവർ ഒറ്റ നടുക്കത്തിൽ ഇല്ലാതാകുന്നു. ആരും കൈയനക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങിപ്പോകുന്നു. എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടി വയ്ക്കുന്നതും അവിടുന്ന് കാണുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് മറഞ്ഞിരിക്കാൻ നിഴലോ അന്ധകാരമോ ഉണ്ടാവില്ല. ദൈവസന്നിധിയിൽ ന്യായവിധിക്കു പോകാൻ ആർക്കും അവിടുന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല. അവിടുന്ന് ശക്തന്മാരെ വിചാരണ കൂടാതെ തകർത്തുകളയുന്നു. മറ്റുള്ളവരെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അറിയുന്ന അവിടുന്ന് രാത്രിയിൽ അവരെ തകിടം മറിക്കുകയും അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ ദുഷ്ടത നിമിത്തം മനുഷ്യരുടെ മുൻപാകെ അവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു. അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവിടുത്തെ മാർഗങ്ങളെ അവർ അവഗണിച്ചു. ദരിദ്രരുടെ നിലവിളി അവിടുത്തെ സന്നിധിയിൽ എത്തുന്നതിന് അവർ ഇടയാക്കി. പീഡിതരുടെ കരച്ചിൽ അവിടുന്ന് ശ്രവിക്കുകയും ചെയ്തു. ദുഷ്ടൻ ഭരിക്കുകയും ജനങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് തടയാതെ അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആർക്ക് അവിടുത്തെ കുറ്റം വിധിക്കാൻ കഴിയും? അവിടുന്ന് മുഖം മറച്ചാൽ ജനതയ്ക്കോ വ്യക്തിക്കോ അവിടുത്തെ കാണാൻ കഴിയുമോ? ഞാൻ ശിക്ഷ അനുഭവിച്ചു. ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല. എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിന്റെ ഇഷ്ടമനുസരിച്ച് ശിക്ഷ നൽകണമോ? നീയാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അതിനാൽ നിനക്ക് അറിയാവുന്നത് പ്രസ്താവിച്ചു കൊള്ളുക. എൻ്റെ വാക്കു കേൾക്കുന്ന വിവേകികളും ജ്ഞാനികളും പറയും. ജോബ് അറിവില്ലാതെ സംസാരിക്കുന്നു. കാര്യമറിയാതെയാണ് അവൻ പറയുന്നത്. ദുഷ്ടനെ പോലെ മറുപടി പറയുന്നതുകൊണ്ട് ജോബിനെ അവസാനം വരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ. അവൻ പാപം ചെയ്തു, ഇപ്പോൾ ധിക്കാരവും കാണിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ പരിഹസിച്ച് കൈകൊട്ടുകയും നിർത്താതെ ദൈവദൂഷണം പറയുകയും ചെയ്യുന്നു.